Good morning, my dear children. Today we are going to learn an essay by Esther Dyson, The Cyberspace. Okay? We all know what cyberspace is. We are living in the cyberspace nowadays. അല്ലേ? ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ അടക്കം സൈബർ സ്പേസിലാണ്. നമ്മുടെ ലൈഫ് തന്നെ ഇപ്പോൾ വി ആർ ലോക്ക്ഡ് ഡൗൺ ആൻഡ് വി ആർ ലിവിങ് ഇൻ സൈബർ സ്പേസ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്താണ് സൈബർ സ്പേസ് എന്നും സൈബർ സ്പേസ് ഹൗ ടു യൂസ് സൈബർ സ്പേസ് പോസിറ്റീവ്ലി എന്നുള്ളതും ആയിട്ടുള്ള ഒരു എസ്സെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് ഇൻ ടു എ ടെക്സ്റ്റ്. Something in the modern psyche loves new frontiers. We hanker after wide open spaces. We like to explore. We like to make rules instead of following them. However, is there a place where you can go and be yourself without worrying about the neighbors? See? New frontiers ഇഷ്ടപ്പെടുന്നു. Something in modern psyche. അപ്പോൾ ആധുനിക കാലത്തെ ആൾക്കാരുടെ മനസ്സ്, അതാണ് മോഡേൺ സൈക്കി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആധുനിക കാലത്തെ ഒരു മനസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള അതിർവരമ്പുകളിൻ്റെ ഉള്ളിൽ ജീവിക്കാതെ പുതിയ പുതിയ അതിർവരമ്പുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പുതിയ പുതിയ മേഖലകളിലേക്ക് എത്തുക. അതാണ് ആധുനിക മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. സംതിങ് ഇൻ ദ മോഡേൺ സൈക്കി ലവ്സ് ന്യൂ ഫ്രണ്ടിയേഴ്സ്. വി ഹാങ്കർ ആഫ്റ്റർ വൈഡ് ഓപ്പൺ സ്പേസസ്. വി ലൈക്ക് ടു എക്സ്പ്ലോർ. വി ലൈക്ക് ടു മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദെം. നമ്മൾ വൈഡ് ഓപ്പൺ സ്പേസസ് തേടി ഇങ്ങനെ പോവാണ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്, പുതിയത് അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. We like to make rules instead of following them. നിയമങ്ങൾ അനുസരിക്കുന്നതല്ല നമുക്കെന്താണ് ഇഷ്ടം, പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് നമുക്കിഷ്ടം. However, is there a place where you can go and be yourself without worrying about the neighbors? എന്താ തന്നെയായാലും however, is there a place where you can go and be yourself? Is there a place in this world where you can live as you like? നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന പറ്റുന്ന, without worrying about the neighbors, without thinking that what the neighbors will think, what the other person will think, what he will tell about me. ഇങ്ങനെയൊന്നും ആലോചിക്കാതെ, മറ്റുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയും എന്നതിനെപ്പറ്റി വറി ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ലോകത്തിലുണ്ടോ? However, is there a place where you can go and be yourself without worrying about the neighbors? Yes, there is such a place. Cyberspace. അങ്ങനെ ഒരു സ്ഥലമാണ് സൈബർ സ്പേസ്. എങ്ങനെയുള്ളൊരു സ്ഥലം? മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് ആലോചിക്കാതെ നമുക്ക് നമ്മളുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ, നമ്മുടെ സ്വന്തമായ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ആണ് സൈബർ സ്പേസ്. Formerly a playground for computer nerds and techies, cyberspace now embraces every conceivable constituency, including school children. ഓക്കെ, ആദ്യമൊക്കെ എന്തായിരുന്നു? ഫോർമർലി എ പ്ലേ ഗ്രൗണ്ട് ഫോർ കമ്പ്യൂട്ടർ നേർഡ്സ് ആൻഡ് ടെക്കീസ്. ഈ സൈബർ സ്പേസ് ആര് മാത്രം ഉപയോഗിച്ചിരുന്ന കാര്യമായിരുന്നു? കമ്പ്യൂട്ടർ നേർഡ്സ് ആൻഡ് ടെക്കീസ്, കമ്പ്യൂട്ടർ എക്സ്പേർട്സും കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജി വളരെ നന്നായി പഠിക്കുന്നവരും അതിൽ മാസ്റ്ററി ഉള്ളവരും മാത്രം ഉപയോഗിക്കുന്ന, അവർ കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. സൈബർ സ്പേസ് നൗ എംബ്രേസസ് എവ്രി കൺസീവബിൾ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പോഴോ എത്തിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും സൈബർ സ്പേസ് എംബ്രേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എംബ്രേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ വൃത്തം തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് എല്ലാ മേഖലകളും സൈബർ സ്പേസ്, ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ. ഏതുവരെ? സ്കൂൾ ചിൽഡ്രനെ വരെ. ഓക്കെ, അപ്പോൾ ഈ എസ്സേ എഴുതുന്ന സമയത്ത്
ഇതുപോലെ നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാലഘട്ടത്തിലൊന്നും അല്ല കേട്ടോ. സൈബർ സ്പേസ് എന്നുള്ള ആ ഒരു ഏരിയ വന്ന് ഇൻ്റർനെറ്റൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സമയത്താണ് എസ്തർ ഡേയ്സൺ ഈ എസ്സേ എഴുതിയത്. Can they all get along amicably in the cyber world? Or will our fear of kids misusing the cyberspace provoke a crackdown? See, can they all get along amicably in the cyber world? ഈ സ്കൂൾ ചിൽഡ്രൻ ഒക്കെ വളരെ എമിക്കബിളി മീൻസ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈ സൈബർ വേൾഡ് ഉപയോഗിക്കാൻ പറ്റുമോ? അതല്ല, കുട്ടികൾ ഈ സൈബർ വേൾഡ് മിസ്യൂസ് ചെയ്യുമെന്ന രക്ഷിതാക്കളുടെ ഭയം ഈ കുട്ടികളെ സൈബർ സ്പേസ് ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുകയും അതിലൂടെ ഒരു ക്രാക്ക് ഡൗൺ എന്ന് വെച്ചാൽ സൈബർ സ്പേസിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗിക്കാതെ അത് ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥ, അങ്ങനെയാണോ, അതിലേക്കാണോ പോകുന്നത്? സി, or will our fear of kids misusing the cyberspace, കിഡ്സ് കുട്ടികൾ സൈബർ സ്പേസ് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള നമ്മുടെ പേടി, ആ പേടി കാരണം ഇത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ എല്ലാം നശിച്ചു പോകുമോ? The first order of the business is to grasp what cyberspace is. First of all, we have to understand what is cyberspace. It might help to leave behind metaphors of highways and frontiers and to think instead of real estate. ഇത്ര നേരവും നമ്മൾ ഉപമിച്ചത് എന്താണ്, പുതിയ ഫ്രണ്ടിയേഴ്സ് പൊട്ടിച്ചുകൊണ്ട്, അതിർവരമ്പുകൾ പൊട്ടിച്ചുകൊണ്ട് പുതിയ റോഡുകൾ, പുതിയ പാതകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് പുതിയ ടെക്നോളജിയെ പറ്റി നമ്മൾ പറഞ്ഞത് അല്ലേ. അതൊക്കെ വിട്ടിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റുമായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് നോക്കാം. Real estate, remember, is an intellectual, legal, artificial environment constructed on top of land. എല്ലാവർക്കും അറിയാലോ റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന്. ഒരു സ്ഥലത്തിൻ്റെ, ഒരു പ്ലോട്ടിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ പ്ലോട്ട് ഒരു വലിയ വിലക്ക് വിൽക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഒരു പ്ലോട്ടിൻ്റെ വില കൂടുകയും അതിനെപ്പറ്റി ആ രീതിയിൽ വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെയാണ് ഈ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. റിയൽ എസ്റ്റേറ്റ്, റിമെമ്പർ, ഇസ് എൻ ഇൻ്റലക്ച്വൽ, ലീഗൽ, നിയമപരമായിട്ട് തന്നെയാണത് അല്ലേ. ഇൻ്റലക്ച്വൽ, ലീഗൽ, ആർട്ടിഫിഷ്യൽ എൻവയൺമെൻറ്റ് കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് ലാൻഡ്. It recognizes the difference between parkland and shopping mall, between red light zone and school district, between church, state and drugstore. അപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ റിയൽ ലൈഫിലുള്ള വ്യത്യസ്തമായ പ്ലോട്ടുകൾ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു? പാർക്ക് ഉണ്ടാവും, ഷോപ്പിംഗ് മാൾ ഉണ്ടാവും, റെഡ് ലൈറ്റ് ചുവപ്പ് തെരുവുകളുണ്ടാവും അല്ലേ, സ്കൂൾ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും, സ്കൂളുകളുള്ള സ്ഥലം ഉണ്ടാവും, ചേർച്ച് ഉണ്ടാവും, ആൻഡ് ഡ്രഗ് സ്റ്റോർ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും അവിടെ. In the same way, you could think of cyberspace as a giant and unbounded world of virtual real estate. നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പോലെ തന്നെ അതേ കാര്യമാണ് സൈബർ സ്പേസിലുള്ളത്. അപ്പോൾ ഇതൊരു വെർച്വൽ റിയൽ എസ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. Some property is privately owned and rented out. Other property is common land. Some places are suitable for children and others are best avoided by all but the oldest citizens. Some property is privately owned. ചില സ്ഥലങ്ങൾ എന്താണ്, പ്രൈവറ്റ്ലി ഓൺഡ് ആണ്, വളരെ സ്വകാര്യമായി ചില ആൾക്കാരുടെ സ്വന്തമാണ് എന്ന് പറയും പോലെ തന്നെ. ചിലത് വാടക കൊടുക്കുകയാണ്. ഇതൊക്കെയാണല്ലോ റിയൽ ലൈഫിലുള്ളത്. ഇതേപോലെ തന്നെയാണ് സൈബർ സ്പേസിലുള്ളത്. അതർ പ്രോപ്പർട്ടി ഈസ് കോമൺ ലാൻഡ്. സം പ്ലേസസ് ആർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ ആൻഡ് അതേഴ്സ് ആർ ബെസ്റ്റ് അവോയ്ഡഡ് ബൈ ഓൾ ബട്ട് ദ ഓൾഡസ്റ്റ് സിറ്റിസൺസ്. ഓക്കെ, ഓൾഡസ്റ്റ് അല്ലേ, ഓൾഡസ്റ്റ് എന്ന് വെച്ചാൽ സാമാന്യമല്ലാത്ത ചില അസാധാരണമായ ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ.
ഇങ്ങനെയൊക്കെ നമ്മുടെ റിയൽ ലൈഫിലുണ്ടല്ലോ. കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, കുട്ടികൾക്ക് പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, ചില പ്രത്യേക ശീലമുള്ള ആൾക്കാർ മാത്രം പോകുന്ന സ്ഥലങ്ങൾ, ഓക്കെ, ഇതൊക്കെ റിയൽ ലൈഫിലുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ദോസ് പ്ലേസസ് ദാറ്റ് ആർ നൗ ക്യാപ്ചറിങ് ദ പോപ്പുലർ ഇമാജിനേഷൻ. പക്ഷേ ഇപ്പോൾ ആൾക്കാർ സൈബർ സ്പേസ് എന്ന് പറയുമ്പം പൊതുവേ ആൾക്കാരുടെ മനസ്സിൽ വരുന്നൊരു ധാരണ എന്താണ്? മോശ സ്ഥലത്തേക്ക് കുട്ടികൾ എത്തിപ്പോവുക എന്നൊക്കെ രീതിയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ കാര്യങ്ങളാണ് ക്യാപ്ചറിങ് പോപ്പുലർ ഇമാജിനേഷൻ. ഒരു പോപ്പുലറിൻ്റെ, ഒരു പബ്ലിക്കിൻ്റെ ഒരു മനസ്സിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ദേ മേക്ക് സൈബർ സ്പേസ് സൗണ്ട് ലൈക്ക് എ നാസ്റ്റി പ്ലേസ്. അപ്പോൾ സൈബർ സ്പേസ് എന്നാലേക്കും അയ്യോ ഫോണും നെറ്റും ഉപയോഗിക്കുന്ന ഒരു കുട്ടിയോ എന്തായത്? നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് കേട്ടോ. കുറച്ച് മുന്നേ വരെ നമ്മൾ മക്കൾ പഠനത്തിൽ നിന്ന് പോകുന്നതിനും മാറിപ്പോകുന്നതിനും ശ്രദ്ധ തിരിഞ്ഞ് വേറെ എൻ്റർടൈൻമെൻറ്റിലായിപ്പോകുന്നതിനൊക്കെ ഫോണ് മാറ്റി വെച്ചിരുന്ന ഒരു കാലം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് വളരെ വലിയ രീതിയിൽ കുട്ടികളത് മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റഡീസിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് മക്കൾക്ക് അറിയാതെ ഈ കയ്യിലൊരു ഫോണും ഒരു ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ കുട്ടികൾ ഞാൻ ചെയ്യുന്നതൊക്കെ സ്വകാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചെയ്ത് അതിലൊക്കെ ആയിപ്പോകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം എന്താണ്? പബ്ലിക് കോൺഷ്യൻസ്, പബ്ലിക് ഇമാജിനേഷൻ്റെ അല്ലെ എന്താണ് ഇത് കുട്ടികളുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുന്ന, കുട്ടികളുടെ മോശമായ രീതിയിൽ കുട്ടികളെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഏരിയയാണ് സൈബർ സ്പേസ് എന്നായിരുന്നു സമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഗുഡ് സിറ്റിസൺസ് ജംപ് ഇൻ ടു എ കൺക്ലൂഷൻ ബെറ്റർ റെഗുലേറ്റഡ്. അപ്പം നല്ല ആൾക്കാർ, നല്ല രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും എന്ത് തന്നെയാണ് ചെയ്യുക? കുട്ടികളെ ഇതിൻ്റെ യൂസ് റെഗുലേറ്റ് ചെയ്യിപ്പിക്കുക തന്നെയാണ്, കൺട്രോൾ ചെയ്യിപ്പിക്കുക തന്നെയാണ് ചെയ്യുക. യൂസിങ് സെൻസർഷിപ്പ് ടു കൗണ്ടർ ആൻഡ് സൈലൻസ് സൈബർ സ്പേസ് ഫണ്ടമെൻ്റലി മിസ്ഇൻറ്റർപ്രറ്റ്സ് ദ നേച്ചർ ഓഫ് സൈബർ സ്പേസ്. യൂസിങ് സെൻസർഷിപ്പ് ടു കൗണ്ടർ ആൻഡ് സൈലൻസ് സൈബർ സ്പേസ് ഫണ്ടമെൻ്റലി. അപ്പോൾ ഈ സൈബർ സ്പേസിൻ്റെ ഒരു സെൻസർഷിപ്പ് ഉണ്ടാവണം. ചില യൂസ് ചെയ്യുമ്പം എന്താണ് ചിലത് സെൻസർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ആ ഒരു സൈബർ സ്പേസിനെ നിശബ്ദമാക്കുന്നു. എന്നുവെച്ചാൽ അധികം ആളും ഉപയോഗിക്കാത്തൊരു ഏരിയ ആക്കി മാറ്റിക്കളയുന്നു. Cyber space isn't a frontier where wicked people can grab unsuspecting children, nor is it a giant television system that can beam offensive messages at unwilling viewers. അങ്ങനെയാണോ? എന്താ പറഞ്ഞ സൈബർ സ്പേസ് ഇസിൻറ്റ് എ ഫ്രണ്ടിയർ. അതുപോലെയുള്ളൊരു അതിർവരമ്പൊന്നും അല്ല. എവിടെയാണോ കുറേ വൃത്തികെട്ട ആൾക്കാർ എന്താണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും കുട്ടികളെ പേടിപ്പിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണോ ഇത്? അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും രശ്മികളൊക്കെ പുറപ്പെടുവിക്കുന്ന പോലത്തെ എന്തെങ്കിലും ടെലിവിഷൻ സിസ്റ്റമോ അങ്ങനെ നമ്മുടെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഏരിയയൊക്കെ ആണോ ഇത്? Cyber space is not a frontier where wicked people can grab unsuspecting children, nor is it a giant television system that can beam offensive messages at unwilling viewers. എനിക്കിങ്ങനത്തെ മെസ്സേജ് ഒന്നും കാണണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വ്യൂവറിൻ്റെ നേരെ വൃത്തികെട്ട മെസ്സേജുകൾ ഇങ്ങനെ ഒരു പ്രകാശരശ്മി പോലെ നമ്മളടുത്തേക്ക് വന്ന് പതിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സിസ്റ്റമാണോ ഇത്? Not at all. In this kind of real estate, users have to choose where they visit. ഇവിടെ എന്ത് ചെയ്യണം? യൂസേഴ്സ് ചൂസ് ചെയ്യണം എവിടെ അവർക്ക് പോകണം എന്നുള്ളത്. ഏതൊരു ഉപയോഗിക്കുന്ന ആൾക്കും എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അവർക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാം. വാട്ട് ദേ സീ, വാട്ട് ദേ ഡു, ഇറ്റ് ഈസ് ഓപ്ഷണൽ. എന്താണത്? അത് ഓപ്ഷണലാണ്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. And it is much easier to bypass a place on the net than it's to avoid walking past an unsavory block of stores on the way to your home. See, it is optional, and it is much easier to bypass a place on the net than it is to avoid walking past an unsavory block of stores on the way to your home. See? അപ്പോൾ എന്താണ്? ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഓപ്ഷണലാണ്.
എവിടെ പോകണം, എന്ത് കാണണം, എന്ത് ചെയ്യണം. വേർ വി ഷുഡ് വിസിറ്റ്, വാട്ട് വി ഷുഡ് സീ, വാട്ട് വി ഷുഡ് ഡു. ഇതെന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും സ്വന്തമായി തീരുമാനിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ. വളരെ ഈസിയാണ്. നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് അൺസേവറി ബ്ലോക്ക് ഓഫ് സ്റ്റോഴ്സ് ഓൺ ദ വേ ടു യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള വഴികളൊക്കെ മാറി കടന്ന് നിങ്ങൾ ഒരു നല്ല വഴി നോക്കി ബൈപ്പാസ് ചെയ്തിട്ട് പോകാൻ, ഒരു വഴി മാറി നടക്കാനൊക്കെ നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടും സൈബർ സ്പേസിലില്ല. ഇവിടെ നിങ്ങൾക്ക് ഈസി വേ, ഏറ്റവും നല്ല പാത്ത് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒരു അപകടവും ഇല്ലാത്ത, ഓൺലി പോസിറ്റീവ് തിങ്സ് മാത്രമുള്ള സ്മൂത്തായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഇതിലുണ്ട്. ഇതിലേക്കൊന്നും പോകൽ യാതൊരു വിഷമം പിടിച്ച കാര്യമേ അല്ല. പുട്ട് പ്ലെയിൻലി, വളരെ പ്ലെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ, സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ, ഇൻ റിയാലിറ്റി മെനി ഡെസ്റ്റിനേഷൻസ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം, ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം. സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. എങ്ങനത്തെ ഒരു ലക്ഷ്യസ്ഥാനമാണത്? നമുക്ക് വോളണ്ടറി, നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ. ഒരു ഡെസ്റ്റിനേഷനല്ല, മെനി ഡെസ്റ്റിനേഷൻസ് സൈബർ സ്പേസിലുണ്ട്. എല്ലാം വോളണ്ടറി ഡെസ്റ്റിനേഷൻസ് ആണ്. യു ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ഓൺ ടു ദ നെറ്റ്, യു ഹാവ് ടു ഗോ സം പ്ലേസ് ഇൻ പെർട്ടിക്കുലർ. നിങ്ങൾ ആരെങ്കിലും ഒരു ഈ നെറ്റിൽ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും അവിടെ വലവീശി പിടിക്കുന്നതെന്നല്ല, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. യു ആർ നോട്ട് ഗെറ്റ് ഓൺ ടു ദ നെറ്റ്, ബട്ട് യു ഹാവ് ടു ചൂസ് സംതിങ് പെർട്ടിക്കുലർ. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ചൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ദാറ്റ് പീപ്പിൾ ക്യാൻ ചൂസ് വെയർ ടു ഗോ ആൻഡ് വാട്ട് ടു സീ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ആൾക്കാർക്കും തിരഞ്ഞെടുക്കാൻ പറ്റും എന്ത് കാണണം, എവിടെ പോകണം എന്നത്. യെസ്, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി എൻഫോഴ്സ്ഡ്, ബട്ട് ദോസ് സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി സെറ്റ് ബൈ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ദെംസെൽവ്സ്. കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി എൻഫോഴ്സ്ഡ്. കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ്, ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായ ഓരോ സ്റ്റാൻഡേർഡ്, ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. ബട്ട് ദോസ് സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി സെറ്റ് ബൈ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ദംസെൽവ്സ്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ആരാണ് നിശ്ചയിക്കുന്നത്? സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് തന്നെയാണ് നിശ്ചയിക്കുന്നത്. What we need isn't control from outside over these electronic communities. We need self-rule. What we need, നമുക്കിവിടെ എന്താ ആവശ്യം? isn't control from outside. പുറത്തു നിന്നുള്ള ഒരു കൺട്രോളൊന്നും അല്ല നമുക്ക് ആവശ്യം. over these electronic communities. We need self-rule. ഓരോരുത്തർക്കും അവരവരെ സെൽഫ് റൂൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? റിയൽ ലൈഫിൽ ഉള്ള ഡേഞ്ചേഴ്സ്, എന്തൊക്കെ ഡേഞ്ചേഴ്സ് ഉണ്ടോ അതൊക്കെ തന്നെ സൈബർ സ്പേസിലുള്ളൂ. ഒരുപക്ഷെ അത്ര ഇല്ല എന്ന് പറയാം, അല്ലേ? ഒന്ന് ആലോചിച്ചോക്ക്. നമ്മളിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ഒന്നും ആലോചിക്കാണ്ട് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഓമ്നി വാനോ എന്തെങ്കിലും ഒരു കാറോ തൊട്ടടുത്ത് വന്ന് നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും മണപ്പിച്ച് എന്നിട്ട് അപ്പാട് പിടിച്ച് കാറിൽ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയില്ലേ? എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കളയാനൊക്കെ ഉള്ള സാധ്യതയില്ലേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ? പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് സൈബർ സ്പേസ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ല അപകടമുണ്ടോ? ആരെങ്കിലും നമ്മളെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോവോ? ആരെങ്കിലും നമ്മളെ ബോധം കെടുത്തിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ? ഒന്നുമില്ല. എപ്പോഴേ നമുക്ക് അപകടം വരുമോ? നമ്മളുടെ ചോയ്സ് തെറ്റാകുമ്പോൾ മാത്രമേ നമുക്ക് അപകടം വരൂ. നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കാണണം, എവിടെ പോകണം. ഇതൊക്കെ നമുക്ക് സ്വയം തീരുമാനിക്കാം. ഈ സൈബർ വേൾഡിൽ ആരും നമ്മളെ നിർബന്ധിച്ചിട്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. നമ്മൾ ഒരു അപകടത്തിലും ആരും നമ്മളെ വലിച്ചിടൂല. നമ്മളായി പോയി വീണെങ്കിലേ ഉള്ളൂ, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചോയ്സ് കറക്റ്റാണെങ്കിൽ നമുക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ല.
അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ റിയൽ ലൈഫിനേക്കാളും സേഫ് ആയിട്ടുള്ളൊരു വേൾഡ് തന്നെയാണ് സൈബർ വേൾഡ് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ എന്ത് വേണം? വി നീഡ് സെൽഫ് റൂൾ ആവശ്യമാണ്. What makes cyberspace so alluring is precisely the way in which it's different from shopping malls, television, highways, and other terrestrial jurisdiction. See, അപ്പോൾ ഈ സൈബർ സ്പേസിനെ വളരെ ല്യൂറിങ് മീൻസ് വളരെ അട്രാക്റ്റീവ് ആക്കുന്നത് എന്താണ്? ചുരുക്കി പറഞ്ഞാൽ പ്രിസൈസ്ലി ദ വേ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഷോപ്പിംഗ് മാൾസ്, ടെലിവിഷൻ, ഹൈവേസ് ആൻഡ് അതർ ടെറസ്ട്രിയൽ ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ ടെറസ്ട്രിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് റിയൽ ലൈഫിൽ നേരിട്ട് കാണുന്ന ഷോപ്പിംഗ് മാളും ടെലിവിഷനും ഹൈവേസ് എന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് സൈബർ സ്പേസിൽ ഉള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത്. ബട്ട് ലെറ്റസ് ഡിഫൈൻ ദ ടെറിട്ടറി. പക്ഷേ എവിടെയൊക്കെ നമ്മൾ പോകണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ. First, there are private email conversations akin to the conversation you have over the telephone or voicemail. These are private and consensual and require no regulation at all. First, there are private email conversation. ആദ്യം എന്താണ്? പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ ആണ്. ഇതിൽ ഏറ്റവും ആദ്യം ഏറ്റവും ഫസ്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു യൂസ് വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ഇമെയിൽ അയക്കാൻ വേണ്ടി അല്ലേ? പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ akin to the conversation you have over the telephone or voicemail. ഈ ഇമെയിൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിഫോണിലൊക്കെ സംസാരിക്കുന്നത് പോലെ. ഓർമ്മിക്കുക, ഇത് ഓരോന്നും ഇങ്ങനെ നമുക്കൊന്നും ഇപ്പോൾ ഇതിങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ എസ്തർ ഡൈസൺ ഇങ്ങനെ പറഞ്ഞു തന്നത് ഈ സൈബർ വേൾഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്താണ് എസ്തർ ഡൈസൺ ഈ എസ്സേ എഴുതിയത് എന്നുള്ള കാര്യം വായിക്കുമ്പോൾ ഓർക്കുക. ഓക്കെ. These are private and consensual and require no regulation at all. അപ്പോൾ ഈ ഇമെയിൽ അയക്കുന്നതൊക്കെ നമുക്കറിയാലോ, അത് പ്രൈവറ്റ് ആണ്, അയക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. സെക്കൻഡ്, there are information and entertainment services. പിന്നെ ഇതിലെന്തൊക്കെയുണ്ട്? ഇൻഫർമേഷൻ കിട്ടും, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, where people can download anything from legal texts and lists of great new restaurants to game software or interesting presentations. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് അല്ലേ? എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഏതെല്ലാം എവിടെയാണ് നോക്കിയാൽ കാണാം, ഗെയിമുണ്ട്, ഇങ്ങനെ ഒരുപാട് ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഐ തിങ്ക് യു നോ ബെറ്റർ ദാൻ മീ അല്ലേ? ദീസ് പ്ലേസസ് ആർ ലൈക്ക് ബുക്ക് സ്റ്റോഴ്സ്, മാൾസ് ആൻഡ് മൂവി ഹൗസസ്. നമുക്ക് ഒരു സിനിമ തിയേറ്ററിൽ പോയ പോലെ ഇരുന്ന് കാണാൻ പറ്റും. ബുക്ക് സ്റ്റോർ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ബുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. പ്ലേസസ് വെയർ യു ഗോ ടു ബൈ സംതിങ്, എന്താ വാങ്ങിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ദ കസ്റ്റമർ നീഡ്സ് ടു റിക്വസ്റ്റ് ആൻ ഐറ്റം ഓർ സൈൻ അപ്പ് ഫോർ എ സബ്സ്ക്രിപ്ഷൻ. എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുത്താൻ പറ്റും നമുക്ക് റെഗുലറായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. സം ഓഫ് ദീസ് സർവീസസ് ആർ ഫ്രീ. ചിലതൊക്കെ ഫ്രീ ആണ്. അതേഴ്സ് ചാർജ് ആൻഡ് മേ ബിൽ ദെയർ കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി. ഓക്കെ. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. തേർഡ്, ദെർ ആർ റിയൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് യൂസായിട്ട് ഇമെയിൽ കോൺവെർസേഷൻ, പിന്നെ വന്നത് എന്താണ്? പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ. സെക്കൻഡ് വന്നത് ഈ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ്. ഓക്കെ. പിന്നെ മൂന്നാമത്തത് തേർഡ്, ദെർ ആർ റിയൽ കമ്മ്യൂണിറ്റീസ്. പിന്നെ ഗ്രൂപ്പ്സ്. റിയൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ്. ഓക്കെ. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ പോലെയുള്ള, ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ പോലെയുള്ള ഗ്രൂപ്പുകൾ. ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹൂ കമ്മ്യൂണിക്കേറ്റ് എമംഗ് ദംസെൽവ്സ്. അത് നമുക്ക് സൈബർ വേൾഡിൽ അവൈലബിൾ ആണ്. In real estate terms, they are like shops or restaurants or playgrounds. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതുപോലെയാണ്? ഒരു പ്ലേ ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ ഒന്നിച്ചു കൂടി നിന്ന് സംസാരിക്കുന്നത് പോലെയും ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ച് പേര് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെയും ഒക്കെയാണ്. ഈച്ച് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ ജനറൽ കോൺവെർസേഷൻ. ഓക്കെ. ഓരോ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റും എന്താണ്? ഒരു ജനറൽ കോൺവെർസേഷന് വേണ്ടി തുടക്കമിടുന്നു. ജനറലി ത്രൂ പോസ്റ്റഡ് മെസ്സേജസ് ഒക്കെ നിങ്ങൾക്കറിയാം. മനസ്സിലാവുന്നില്ലേ? അതർ പാർട്ടിസിപ്പൻസ് മേ സിംപ്ലി ലിസൺ ഓർ വാച്ച്. ബാക്കി എല്ലാവരും എന്താ ചെയ്യുക? ചില ആൾക്കാർ, ആക്റ്റീവായുള്ള ആൾക്കാർ ഇങ്ങനെ സംസാരിക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്നും മിണ്ടാണ്ട് കേട്ടിരിക്കാം.
സം ആർ സൂപ്പർവൈസ്ഡ് ബൈ എ മോഡറേറ്റർ. ചില ഗ്രൂപ്പിൽ മോഡറേറ്റർ ഉണ്ടാവും. ഭയങ്കര ആർഗ്യുമെൻറ്റും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മോഡറേറ്റർ ഇടപെടും. അതേഴ്സ് ആർ മോർ ലൈക്ക് ബുള്ളറ്റിൻ ബോർഡ്സ്. ചില ആൾക്കാർ ബുള്ളറ്റിൻ ബോർഡ്സ് പോലെയാണ്. എനിവൺ ഈസ് ഫ്രീ ടു പോസ്റ്റ് എനിത്തിങ്. ഇപ്പോൾ ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ നോട്ടീസ് ബോർഡ് ഓരോന്നിങ്ങനെ പതിക്കുന്ന, എന്ത് പതിച്ചാലും നോട്ടീസ് ബോർഡിന് എന്തെങ്കിലും അനക്കം ഉണ്ടാവുമോ? ഇല്ല. അതുപോലെയാണ് ഗ്രൂപ്പിൽ ചില ആൾക്കാർ അങ്ങനെയല്ലേ, എല്ലാം ഇങ്ങനെ സീന് റെഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടാവും, പക്ഷെ ആൾക്കൊരു അനക്കം ഉണ്ടാവില്ല. ബുള്ളറ്റിൻ ബോർഡ്സ് പോലെ ആയിരിക്കും അല്ലേ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ലേ ഈ ഗ്രൂപ്പിൽ? ഓക്കെ. Many of these services started out unmoderated but are now imposing rules to keep out unwanted advertising, extraneous discussions, or increasingly rude participants. See, many of these services started out unmoderated. പക്ഷേ പലപ്പോഴും ഈ ഗ്രൂപ്പുകളൊന്നും ഒരു മോഡറേറ്ററൊന്നും ഇല്ലാണ്ടാണ് തുടങ്ങുക. നോ ഇമ്പോസ്. ഇപ്പം പക്ഷേ ഓരോ ഗ്രൂപ്പിലും നല്ല കൃത്യമായ നിയമങ്ങളുണ്ട്. ഈ ഗ്രൂപ്പിൽ ഇന്നതൊക്കെയാണ് പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. നോ ഇമ്പോസിങ് റൂൾസ് ടു കീപ്പ് ഔട്ട് അൺവാണ്ടഡ് അഡ്വർടൈസിങ്. ആവശ്യമില്ലാത്ത പരസ്യങ്ങളും എക്സ്ട്രാനുവസ് ഡിസ്കഷൻസും ആവശ്യമില്ലാത്ത ഡിസ്കഷൻസും ഓർ ഇൻക്രീസിംഗ്ലി റൂഡ് പാർട്ടിസിപ്പൻസ്. ചിലർ ഒരു പരുക്കനായ രീതിയിൽ ഓരോന്ന് കാര്യങ്ങൾ ഒരു അവസരോചിതമല്ലാതെ വളരെ ഹാർഷായിട്ട് വിളിച്ച് പറയുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒഴിവാക്കാനാണ് ഒരു മോഡറേറ്ററിൻ്റെ ആവശ്യം. വിതൗട്ട് എ മോഡറേറ്റർ ദ ഡെസിബൽ ലെവൽ ഓഫൺ ഗെറ്റ്സ് ടു ഹൈ. അങ്ങനെ ഒരു മോഡറേറ്റർ ഇല്ലെങ്കിൽ ഡെസിബൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒച്ചപ്പാടും ബഹളവും വല്ലാണ്ട് കൂടുതലായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരും ഗ്രൂപ്പിലിങ്ങനെ പറയലായിരിക്കും. വാട്ട്സ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് ഇസ് ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് അസ് ഫ്രം ദ tyranny ഓഫ് പവർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ സൈബർ സ്പേസിന് മാത്രമുള്ളൊരു പ്രത്യേകത എന്താണ്? യുണീക്ക് തിങ് അബൌട്ട് സൈബർ സ്പേസ് എന്താണത്? ഇറ്റ് ലിബറേറ്റ്സ് അസ് ഫ്രം ദ tyranny ഓഫ് പവർ സ്ട്രക്ചേഴ്സ്. അധികാരങ്ങളുടെ ആ ഒരു നമ്മളുടെ കയറിയുള്ള ഭരണത്തെ ഇത് ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നു. വേർ എവ്രി വൺ ലിവ്സ് ബൈ ദ റൂൾ ഓഫ് ദ മെജോറിറ്റി. ഇവിടെ എല്ലാവരും എന്താണ്, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് ജീവിക്കുന്നത്. In a democracy, minority groups and minority preferences tend to get squeezed out, whether they are minorities of race and culture or minorities of individual taste. Cyberspace allows communities of any size and kind to flourish. See, എന്താണ് അവിടെ പറയുന്നത്? മൈനോറിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ, നമ്മളുടെ റിയൽ ലൈഫിലുള്ള പ്രശ്നം എന്താണ്? മൈനോറിറ്റി ആയിട്ടുള്ള, അത് റേസ് ആയാലും കൾച്ചർ ആയാലും ഒപ്പീനിയൻ്റെ കാര്യത്തിലായാലും വളരെ ചില ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവരെ അഭിപ്രായമുള്ള ആൾക്കാർ വളരെ കുറച്ചുണ്ടാവുക. ഭൂരിഭാഗം അവർക്കെതിരെയുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ബഹളത്തിൻ്റെ ഇടയിൽ ഈ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം പറയാനേ അവസരം കിട്ടൂല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം എവിടെ അവസരം കിട്ടും? സൈബർ വേൾഡിൽ അവസരം കിട്ടും. അവർക്ക് എത്ര ബഹളം ഉണ്ടായാലും അവർക്ക് സംസാരിക്കാമല്ലോ, ഇതിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം മറ്റുള്ള ആൾക്കാരത് വായിച്ചേ പറ്റൂ. അപ്പോൾ എത്രയായാലും മൈനോറിറ്റീസിന് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വളരെ നല്ലൊരു ഏരിയയായി ഇത് മാറുന്നു. ഓക്കെ, സൈബർ സ്പേസ് അലോസ് കമ്മ്യൂണിറ്റീസ് ഓഫ് എനി സൈസ് ആൻഡ് കൈൻഡ് ടു ഫ്ലറിഷ്. അപ്പോൾ സൈബർ സ്പേസിൽ എന്താണ്, ചെറിയ ഗ്രൂപ്പുകളും വലിയ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവും. ഇൻ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ആർ ചോസൺ ബൈ ദ അതേഴ്സ് ബട്ട് നോട്ട് ഫോഴ്സ്ഡ് ഓൺ ദം ബൈ ആക്സിഡൻറ്റ്സ് ഓഫ് ജിയോഗ്രഫി. ഈ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? ഓരോ യൂസേഴ്സും ചൂസ് ചെയ്യാണ്. നോട്ട് ഫോഴ്സ്ഡ് ഓൺ ദം ബൈ ആക്സിഡൻറ്റ്സ് ഓഫ് ജിയോഗ്രഫി. ജിയോഗ്രഫീൻ്റെ ആക്സിഡൻറ്റ്സ് കൊണ്ട് ഉണ്ടായി വരുന്ന കമ്മ്യൂണിറ്റീസ് അല്ല. ജിയോഗ്രഫീൻ്റെ ആക്സിഡൻറ്റ് കൊണ്ട് ഉണ്ടായി വരുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതുകൊണ്ട്, ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തൊരു സിന്ധുവച്ചയും ഇപ്പുറത്തെ വീട്ടിൽ ഒരു സുരേഷ് ഏട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഫാമിലി എന്തുകൊണ്ടാണ് നിങ്ങൾ അയൽപക്കക്കാരായിട്ട് ഈ സിന്ധു ചേച്ചിയും സുരേഷ് ഏട്ടനും ഒക്കെ ആയത്? കാരണം ജിയോഗ്രഫിക്കലി അവരുടെ വീട് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് അല്ലേ? അതിൽ നിങ്ങൾക്ക് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല. അവരെങ്ങനെയുള്ള ആൾക്കാരായാലും നമ്മൾ അവരെ അംഗീകരിച്ച് അവരെ മാനിച്ചുകൊണ്ട് ജീവിക്കുക തന്നെ വേണ്ടി വരും. കാരണം ജിയോഗ്രഫിക്കലി അവർ നമ്മളുടെ അയൽവക്കക്കാരാണ്. നമ്മളുടെ അവരുടെയൊക്കെ കൂടെ ഇടപഴകി ജീവിച്ചേ പറ്റുള്ളൂ.
പക്ഷേ സൈബർ വേൾഡിൽ നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ഇപ്പം നമുക്ക് സുരേഷ് ഏട്ടനും സിന്ധുവേച്ചിനെയും തീരെ ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സൈബർ വേൾഡിൽ ഉണ്ടാക്കുന്ന ഗ്രൂപ്പിൽ ഇവരെ ഉൾപ്പെടുത്താതിരിക്കാം നമുക്ക്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് റിയൽ ലൈഫിൽ പോസിബിളാണോ? എൻ്റെ ബെഞ്ചിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളിന് എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല, എൻ്റെ അടുത്ത് നീ പോടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേങ്കിൽ എവിടെ പറയാൻ പറ്റും? നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഗ്രൂപ്പിൽ സൈബർ വേൾഡിലാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറ്റും. സൈബർ വേൾഡിൽ നമുക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്? നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഒഴിവാകാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്താനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, this freedom gives the rules in cyberspace a moral authority that rules in terrestrial environment don't have. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ടെറസ്ട്രിയൽ എൻവയൺമെൻറ്റിൽ, നമ്മുടെ സാധാരണ നാട്ടിലുള്ള നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യം നമ്മൾ സൈബർ വേൾഡിൽ എൻജോയ് ചെയ്യുന്നു. Most people are stuck in the country of their birth, but if you don't like the rules of a cyberspace community, you can just sign off. അപ്പം മോസ്റ്റ് പീപ്പിൾ, ഒരുവിധ ആൾക്കാരൊക്കെ എന്താണ്, നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റക്കാണ്, അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് എവിടെയും പോകാൻ പറ്റൂല, കാരണം നമ്മൾ ഇവിടെയാണ് ജനിച്ചത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ സൈബർ വേൾഡിൽ എന്താണ്, നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. സി, most people are stuck in the country of their birth, but if you don't like the rules of a cyberspace community, you can just sign off. Love it or leave it. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. You can choose. നമ്മളെ choice is ours. What is likely to happen in cyberspace is the formation of new communities, free of the constraints that cause conflict on Earth. What's likely to happen in cyberspace? Cyberspaceൽ എന്താ സംഭവിക്കുക? is the formation of new communities. പുതിയ കമ്മ്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാക്കാം. ഫ്രീ ഓഫ് ദ കൺസ്ട്രെയിൻസ് ദാറ്റ് കോസ് കോൺഫ്ലിക്റ്റ് ഓൺ എർത്ത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസ് ഏതുപോലെയല്ല, ഏർത്തിലുള്ള പോലെയല്ല, നമ്മൾ റിയൽ ലൈഫിലുള്ള കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഉള്ളിൽ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം പരസ്പരം ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും ഒന്നിച്ചു കൂടി നിൽക്കുന്നത്. സൈബർ വേൾഡിൽ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. Instead of a global village, we will have invented another world of self-contained communities that cater to their own members' inclinations without interfering with anyone else's. See, instead of a global village, അപ്പോൾ ഒരു ഗ്ലോബൽ വില്ലേജ്, ഈ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്നത് പോലെ, അല്ലേ? അതിന് പകരം വി വിൽ ഹാവ് ഇൻവെൻറ്റഡ് അനദർ വേൾഡ്. അപ്പോൾ ഈ ഗ്ലോബൽ ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും അങ്ങ് ദൂരെയൊക്കെ പോകാം എന്നുള്ളതിന് പകരം നമ്മളായിട്ട് ഒരു പ്രത്യേക വേൾഡ്, ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും ഉള്ള ആൾക്കാരോട് ചങ്ങാത്തം കൂടാനും കൂട്ടുകൂടാനും ഒക്കെ പറ്റിയ ഒരു പുതിയ വേൾഡ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് എ ഗ്ലോബൽ വില്ലേജ് വി വിൽ ഹാവ് ഇൻവെൻറ്റഡ് അനദർ വേൾഡ് ഓഫ് സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് കാറ്റർ ടു ദെയർ ഓൺ മെമ്പേഴ്സ് ഇൻക്ലിനേഷൻസ് വിത്തൗട്ട് ഇൻ്റർഫിയറിങ് വിത്ത് എനിവൺ എൽസസ്. വേറെ ആരെയും ഇൻ്റർഫിയർ ചെയ്യാതെ നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റീസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു വേൾഡിൽ. We will be able to test and evolve rules governing what needs to be governed. അങ്ങനെ ഇവിടെ നമ്മൾ പുതിയ നിയമങ്ങൾ എന്താണോ ഗവേൺ ചെയ്യപ്പെടേണ്ടത്, നിയന്ത്രിക്കപ്പെടേണ്ടത്, അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന പുതിയ നിയമങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കണ്ടന്റ് ആൻഡ് ആക്സസ് കൺട്രോൾ, റൂൾസ് അബൌട്ട് പ്രൈവസി ആൻഡ് ഫ്രീ സ്പീച്ച്. അങ്ങനെ ഇവിടെ വേറെ പല നിയമങ്ങളാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കണ്ടന്റ് ആൻഡ് ആക്സസ് കൺട്രോൾ, എന്തൊക്കെ പറയാം, എവിടെയൊക്കെ നിയന്ത്രണങ്ങൾ വേണം, എവിടെയൊക്കെ നിയമങ്ങൾ വേണം, എവിടെയൊക്കെ പ്രൈവസി ആവശ്യമുണ്ട്, എവിടെയൊക്കെ സ്വതന്ത്രമായ ഫ്രീ സ്പീച്ച് ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെ പുതിയ നിയമങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ്സ് ടു ഗ്രോ അപ്പ്. സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്.
Growing up means understanding that there are no perfect answers, no all-purpose solutions. ഒന്നിനും കൃത്യമായ പരിഹാരങ്ങളൊന്നുമില്ല. ഒരുപാട് പ്രോബ്ലംസ് ഇവിടെയുണ്ട്. We haven't created a perfect society on earth and we don't have one in cyberspace either. ഈ സൈബർ വേൾഡിലുള്ള കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് എന്ന് ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാരും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണോ? പിന്നെ സൈബർ വേൾഡ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആവുക? അതേ ആൾക്കാർ തന്നെയല്ലേ സൈബർ വേൾഡ്? ആൾ മാറുന്നുണ്ടോ? കാര്യങ്ങൾ മാറുന്നുണ്ടോ? ഒന്നും മാറുന്നില്ല. അപ്പോൾ എന്താണോ ഏർത്തിൽ ഉള്ള ഇംപെർഫെക്ഷൻസ്, എന്തൊക്കെയാണോ പ്രോബ്ലംസ്, അതൊക്കെ എവിടെയും ഉണ്ടാവും, സൈബർ വേൾഡിലും ഉണ്ടാവും. We haven't created a perfect society on earth and won't have one in cyberspace either. But at least we can have individual choice and individual responsibility. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ചൂസ് ചെയ്യാം, ഓരോ വ്യക്തിക്കും ചൂസ് ചെയ്യാം എന്ത് ചെയ്യണം എന്നത്. ഓക്കെ, അത് സൈബർ വേൾഡിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. വി ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. Okay, thank you dears.